നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ നിന്ന് ജോഷിലയുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോഷില, വയനാട്ടിൽ അറിയാമല്ലോ, ആകെ 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വയനാട് നിന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ UDF നേതാക്കളുടെ എല്ലാം തന്നെ നെഞ്ചെടുപ്പ് വല്ലാതെ ഉയരുകയാണ്. വയനാട് വീട്, വയനാട് ഫണ്ട് തട്ടിപ്പ്, കൈരളിക്ക് മറുപടിയില്ല. ഇതായിരുന്നു ഏറ്റവും കൂടുതൽ തവണ കേരളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം തന്നെ കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൻ്റെ ആ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ 3 മണ്ഡലങ്ങളുടെ ഫലത്തിൽ മാത്രമല്ല, അത് കേരളത്തിലുടനീളം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാജേന്ദ്രൻ, ഞാനുള്ളത് വയനാട്ടിലെ ഒരു പ്രധാന പോളിംഗ് ബൂത്ത് എന്ന് പറയാം. HIM UP സ്കൂളിലാണുള്ളത്. പിങ്ക് പോളിംഗ് സ്റ്റേഷൻ കൂടിയാണിത്. 5 ബൂത്തുകൾ ഇവിടെയുണ്ട്. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും വയനാട് ഒരു വലിയ ചർച്ചാ വിഷയമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. വയനാടാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ഒന്ന് വികസനമാണ് ഇടതുമുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വികസനം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്പെഷ്യൽ പാക്കേജ് അടക്കം നടപ്പിലാക്കി വയനാടിനെ നെഞ്ചോട് ചേർത്ത വികസന കുതിപ്പിലേക്ക് നയിച്ച ഇടതുപക്ഷ സർക്കാർ, ഇടതുമുന്നണി അതുകൊണ്ട് തന്നെ ആ സർക്കാരിന്റെ വികസന കുതിപ്പ് തന്നെയായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാക്കി മാറ്റിയത്. എന്നാൽ അപ്പുറത്ത് UDF വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള ഫണ്ട് പിരിച്ചു. ഫണ്ട് വേണ്ട വിധത്തിൽ ചെലവഴിച്ച് ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഫണ്ട് വിനിയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 5 കോടിയിൽ പരം 5 കോടി രൂപയാണ് നമുക്ക് ആകെ ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കുന്നമ്പറ്റയിൽ കോൺഗ്രസ് ഭൂമിയെടുത്തു എന്ന് പറഞ്ഞു, വീട് പണി ആരംഭിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഫണ്ട് എവിടെ, ഫണ്ടിന്റെ കൃത്യമായ കണക്ക് എവിടെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ കണക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലും ഹാജരാക്കാനോ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് ഒരു വെള്ളക്കടലാസിൽ എഴുതിക്കൊണ്ടുവന്ന് ഏറ്റവും അവസാനത്തെ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ച ആ ഒരു കടലാസും അതുപോലെ തന്നെ ആ കടലാസിലുള്ള ചെറിയ കണക്കുകളും മാത്രമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുള്ളത്. ആ കണക്ക് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പിന്നീട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച. കേരളം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന് പറയുന്നത് കോൺഗ്രസിനെ അതുപോലെ തന്നെ UDF നേതൃത്വത്തെയും വിയർപ്പിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. ഫണ്ട് എവിടെ കോൺഗ്രസ്, അതുപോലെ തന്നെ വീട് എവിടെ കോൺഗ്രസ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് രാഹുൽ ഗാന്ധി അവിടെ പ്രചാരണത്തിന് വന്നിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധി പിന്നീട് അവിടുത്തെ MP ആയി പലതവണ പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വളരെ സജീവമായ രീതിയിൽ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. പക്ഷെ അവരെപ്പോഴെങ്കിലും പത്രക്കാരെ കാണാൻ തയ്യാറായോ? ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നോ? രാജേന്ദ്രൻ ചോദിച്ച ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇത്തവണത്തെ പ്രചാരണ രംഗത്ത് വളരെ ദുർബലമായ ഒരു പ്രചാരണ രംഗത്ത് മാത്രം, അതായത് ഏറ്റവും അവസാന ദിവസം മാത്രമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പ്രചാരണ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ആകെ 1-2 സ്ഥലങ്ങളിൽ മാത്രം ഏറ്റവും അവസാനത്തെ ദിനം റോഡ് ഷോയ്ക്ക് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ദുരന്ത ബാധിതരുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങളെ നേരിടേണ്ട അവസ്ഥയിലേക്ക് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പോകേണ്ടി വന്നു. കാരണം കുന്നമ്പറ്റയിലെ തറക്കല്ലിടൽ അത് ഒരു വലിയ വിഷയമായിരുന്നു. തറക്കല്ലിടുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വീടെടുക്കും എന്നുള്ള ഒരു ഉത്തരം, അത് എപ്പോഴാണ് വീടെടുക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ കോൺഗ്രസ് ആകെ തന്നെ പ്രതിസന്ധിയിലായിരുന്നു. ആ ചോദ്യങ്ങളെ നേരിടാൻ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ കഴിഞ്ഞിട്ടില്ല. കുന്നമ്പറ്റയിൽ ആ തറക്കല്ലിടൽ ചടങ്ങിന് വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞത് അവരുടെ വീട്ടുവിശേഷങ്ങൾ മാത്രമായിരുന്നു. ദുരന്തബാധിതരുടെ ആ ഒരു വീടുകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചോ യാതൊന്നും പറയാൻ അവർ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, മറ്റൊരു വിശേഷം, MP ഫണ്ടിൽ നിന്ന് ഒരു അണ പൈസ പോലും ഈ ഒരു ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെലവഴിക്കാൻ പ്രിയങ്ക ഗാന്ധി. ശരി, വളരെ വ്യക്തമാണ്. ജോഷിലേക്ക് പിന്നീട് മടങ്ങി വരാം. ജോഷിൽ പറഞ്ഞതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, രാഹുൽ ഗാന്ധി വളരെ സജീവമായ രീതിയിൽ ഇവിടെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും പത്രസമ്മേളനം നടത്തുക പോയിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നില്ല.
മുൻ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ ആയിരുന്നില്ല. 2021 തന്നെ അദ്ദേഹം വളരെ വിശദമായ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇത്തവണ ഒരു ചോദ്യം പോലും നേരിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കാരണം അവിടെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം, കൈരളിയിൽ നിന്നും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വയനാടിനായി പിരിച്ച ഫണ്ട് എവിടെ എന്നതായിരിക്കും. അത്തരമൊരു ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇടപെട്ട് പത്രസമ്മേളനം നടത്തരുതെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പത്രസമ്മേളനം നടത്താതെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നും രാഹുൽ ഗാന്ധി ഇതാദ്യമായി കേരളത്തിൽ നിന്നും മടങ്ങിയത് എന്നുകൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു.